നമസ്കാരം. ഇത് ആർട്ടിക്കൽ ബിഗ് ബസാറാണ്. വലിയ തീപിടുത്തം നടന്നിരിക്കുന്നു. ഇവിടെ സമവേതമായിട്ട് ഈ പറയും പോലെ ഫയർഫോഴ്സ് എല്ലാം ഇടപെട്ടുന്നുണ്ട്. ഇപ്പോൾ വലിയൊരു അത്യാഹിതം ഒഴിവാക്കിയിരിക്കുന്നു. ഈ പറയുന്ന ഹൈവേയിലൊക്കെ റോഡ് ബ്ലോക്കാണ്. ഫയർ എഞ്ചിനൊക്കെ വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, വല്ലാത്തൊരു സിറ്റുവേഷൻ അവിടെ നടക്കുന്നത്. ഞങ്ങളെല്ലാം എൻ്റെ കൂട്ടത്തിലും ഞങ്ങൾ പോലും അതിനകത്ത് കയറിയിട്ട് പുക കാരണം നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. കാരണം പൊള്ളലൂര് നമുക്ക് ഏറ്റു ആ അവസ്ഥയിൽ ഉരുകി ഒളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബസാറിൻ്റെ കാർ പാർക്കിംഗ് സ്ഥലത്ത് ഇമാതിരിയുള്ള അനധികൃത കെട്ടിടങ്ങൾ പണിയുന്നതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഞാൻ മുനിസിപ്പൽ സെക്രട്ടറിക്ക് പരാതി കൊടുത്താണ്. ആ പരാതി കൊടുത്തിട്ട് അവരൊരു നോട്ടീസ് ഇവിടെ ഇഷ്യൂ ചെയ്തു. പല പ്രാവശ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പറഞ്ഞു ഇത് കാർ പാർക്കിംഗ് സ്ഥലങ്ങളിൽ അനധികൃതമായി പണി നടക്കുന്ന വിവരം ബന്ധപ്പെട്ട മുനിസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവരെ അറിയിച്ചിട്ട് നടപടി എടുക്കാത്തത് കൊണ്ടാണ് ഇതേ കണക്കൊരു വൻ ദുരന്തം ഈ ആറ്റിങ്ങിൽ സംഭവിക്കേണ്ടി വന്നത്. ഇതൊരു വൻ ദുരന്തമാണ്. ഈ ദുരന്തത്തിന് യഥാർത്ഥ പ്രതികളെന്ന് പറയുന്ന ആറ്റിങ്ങൽ മുനിസിപ്പൽ ഭരണാധികാരികളും മുനിസിപ്പൽ ഉദ്യോഗസ്ഥന്മാരുമാണ്. ഇതിൻ്റെ പരാതി കൊടുത്തതിൻ്റെ രസീത് സഹിതം എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇതിനെല്ലാം ഈ അനധികൃത പണിക്കെല്ലാം മുനിസിപ്പാലിറ്റി ഒത്താശ ചെയ്യുന്നതിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ഇത് കടകൾ അടച്ചിട്ട് പോയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിവിടെ ഈ ആറ്റിങ്ങൽ പട്ടണം ഇന്ന് കത്തി ചാമ്പലാകൂലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അനധികൃത പണികൾ കർശനമായി നിരോധിക്കുവാനായിട്ടുള്ള നടപടി മുനിസിപ്പൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പോട്ട് പോകും. വാഹനം പോകാനുള്ള അസൗകര്യം ഒരു 60 ഡിഗ്രി കഴിയുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക് സ്പ്രിംഗ്ലർ വർക്ക് ചെയ്യേണ്ടതാണ്. കറക്റ്റ് ലൈവ് ആണെങ്കിൽ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നോ ഇല്ലയോ എന്ന് ചിലപ്പോൾ അതൊരു ബോധപൂർവമായ മിസ്റ്റേക്ക് അല്ല. അതിനകത്ത് നമ്മൾ ഈ വണ്ട് കൂട് വെച്ചിരുന്നാലും അത് വർക്ക് ചെയ്തില്ല. നമ്മുടെ ഈ മണ്ണ് കൊണ്ടുവയ്ക്കുന്ന വണ്ടുണ്ട്, അത് ഇതിനകത്ത് കൂട് വെച്ചിരുന്നാലും അത് വർക്ക് ചെയ്തില്ല. ശരിക്കും സ്പ്രിംഗ്ലർ സിസ്റ്റം ചെയ്തിട്ടുണ്ട്, അത് വർക്ക് ചെയ്യേണ്ടതാണ്. ആ ഓൺ ദ സ്ഥലത്ത് തന്നെ ഇത്രയും വിഷയം ഉണ്ടായി വന്നില്ലായിരുന്നു. കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഈ മുരളീധരൻജിയെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏതാനും മിനിറ്റുകൾക്ക് ഇവിടെ എത്തിച്ചേരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പെട്ടെന്നുണ്ടായ ഈ വ്യാപാരിയുടെ കട നിർത്തിച്ചതിൽ അദ്ദേഹം വളരെയധികം ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കാണുന്നതിനും ഇത് അന്വേഷിക്കുകയും ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുമൊക്കെ അദ്ദേഹത്തെ കാണുന്നതിനുമൊക്കെ അദ്ദേഹം എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യാപാരിക്ക് വളരെയധികം നഷ്ടമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഖേദം ആറ്റിങ്ങൽ പട്ടണത്തെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സൊക്കെ ഇടപെട്ട് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവാകാൻ സാധിച്ചിട്ടുണ്ട്. അതെ, ഹൃദയഭാഗത്തായിട്ട് ദുരന്തം ഒഴിവാകാൻ സാധിച്ചിട്ടുണ്ട്. അത് ഫയർഫോഴ്സ് പെട്ടെന്ന് എത്താൻ സാധിച്ചത് തന്നെ അവരുടെ വളരെയധികം സംയോജിതമായിട്ടുള്ള അവരുടെ ഫയർഫോഴ്സിന്റെ വർക്കല ആറ്റിങ്ങൽ യൂണിറ്റുകളെല്ലാം കൂടി ഇവിടെ എത്തുകയും സംയോജിതമായിട്ട് അതിനെ ഇടപെടുകയും ചെയ്തുകൊണ്ട് വലിയൊരു തീപിടുത്തം. കാരണം അടുത്തൊരു ഭീമ ഗോൾഡ് ഷോപ്പുണ്ട്, അതുപോലെ തന്നെ ഒരു ബേക്കറി ഉണ്ട്, തോട്ടപ്പുറത്ത് പെയിന്റ് കടയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇടതിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ബഡാ ബസാർ എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീ ആളിപ്പടരാൻ വളരെയേറെ സാധ്യതയുള്ളതുകൊണ്ട് ഇവരുടെ ഫയർഫോഴ്സിന്റെ സംയോജിതമായിട്ട് ഇടപെടൽ കൊണ്ട് ഇപ്പോൾ എന്തായാലും അത് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള വലിയ രീതിയിലുള്ളൊരു അത്യാഹിതം ഒന്നും സംഭവിച്ചില്ല എന്നാണ് സത്യം. അത്ര നമ്മൾ കാണുന്നതിൻ്റെ അത്ര പ്രശ്നമില്ല. കാരണം നമ്മൾ കണ്ടപ്പോൾ ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥ വെച്ച് നോക്കുമ്പോൾ അത്രയും നമ്മൾ സഫർ ചെയ്തു. അതുകൊണ്ട് ദോഷം ഉണ്ടായില്ല എന്നാണ്. ഇത് ടൗണിലാണ്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, നല്ല തിരക്കുള്ള സ്ഥലമാണ്. കാരണം അതിനകത്ത് ആള് വിട്ടുപോയാൽ നമുക്ക് കണ്ടെത്താൻ അപ്പോൾ അതിന് വെന്റിലേഷൻ ഇല്ല. എന്നാൽ അവർ എസ്റ്റിമേഷനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാണ്. പക്ഷേ അതുകൊണ്ട് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. ചെറിയ രീതിയല്ല. ഇതിൻ്റെ സെല്ലാറിൽ കയറി വന്നു. ആ സെല്ലാറിലേക്കാണ് സെല്ലാറിൽ കയറി വന്നത്. ഈ ബാൽക്കണിയിലേക്കാണ് എല്ലാ ഫ്ലോറും തുറക്കുന്നത്. അപ്പോൾ അതുവഴി അടയ്ക്കാണെങ്കിൽ ഈ ഒരു നിലയിൽ മാത്രമേ കടയുള്ളൂ. ഒന്നുമില്ല, സ്പേസ് വെറുതെ ഒഴിഞ്ഞ് കിടക്കണം. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഇതിൽ ഇവർക്ക് സിസ്റ്റമുണ്ട്, പക്ഷേ സിസ്റ്റം വർക്ക് ചെയ്തു. ഇതിലോ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് വർക്കില്ല. അത് പ്രോപ്പറായിട്ട് നോക്കാത്തതുകൊണ്ടാണോ, അത് പ്രഷർ വെള്ളം കിട്ടാത്തതാണോ, അതിന് വെള്ളം ഇല്ലാത്തതാണോ എന്ന് കഴിച്ചു. ഇപ്പോൾ അഗ്നിശമന സേനാംഗങ്ങളെ അഭിനന്ദിക്കാം. കാരണം അവരുടെ സമയോചിതമായിട്ടുള്ള
വളരെ പെട്ടെന്നുള്ള ഇടപെടലിൻ്റെ ഫലമായിട്ട് ഈ തീ കൂടുതൽ പടർന്നില്ല. മറ്റ് നാശനഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യജീവന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായില്ല. അതിനകത്ത് സ്വാഭാവികമായിട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ വിശദാംശങ്ങൾ ഏതായാലും ബന്ധപ്പെട്ട ഏജൻസികൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തും. അപ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് അതിനുശേഷം നമുക്ക് ആലോചിക്കാമെന്നാണ് എനിക്ക് പറയുന്നത്. സാർ, ഈ പറയുന്ന അനധികൃതമായ സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഈ ഫുട്പാത്ത് ഉൾപ്പെടെ കൈയടക്കി അത് നാളെ ഇന്നിപ്പോ കഴിഞ്ഞ തൽക്കാലം നാശനഷ്ടം കണക്കാക്കിയിട്ടില്ല. ആളപായം ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഈ സംഭവം നടന്നത് ഒരു വർക്കിംഗ് ഡേയ്സിലായിരുന്നെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. അതൊന്നും നമുക്ക് എന്തുകൊണ്ടാണ് ഒരു വ്യാപാര സ്ഥാപനം ഇത്രയും ഒരു അലംഭവം കാണിക്കുന്നത്? നമുക്ക് ഒരു അപകടം ഉണ്ടായാൽ അതിനെ സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിട്ട് പിന്നീട് നടക്കും. അത് നമുക്ക് പിന്നീട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. അത്രേ അതിൽ പറയാൻ പറ്റും. ആറ്റിങ്ങിൽ തന്നെ ഏറ്റവും വലിയൊരു വ്യാപാര സ്ഥാപനമാണ് ബിഗ് ബസാർ. അവിടെയാണ് തീ പിടിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഒരു ഭാഗ്യം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തീയൊന്നും പടർന്നിട്ടില്ല. ഇപ്പോൾ ഗതാഗതം തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഫയർ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച എല്ലാവരും കാണാൻ പറ്റും. ആ ഒരു അവസ്ഥയിലാണ്. ഒരു വലിയ തീവ്രതമാണ്. ഒരു ബിഗ് ബസാർ എന്ന് പറഞ്ഞ വലിയ സ്ഥാപനം തന്നെ കത്തിനശിക്കുന്ന കാഴ്ചയാണ്. ഒരു പക്ഷേ ഈ പറഞ്ഞ ഫയർഫോഴ്സിൻ്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് തീയൊന്നും പടർന്നിട്ടില്ല. ഏകദേശം തീ അണച്ചൊരു അവസ്ഥയിലാണ് നമ്മളെല്ലാവരും നിൽക്കുകയാണ്. ഈ അവസ്ഥയെ പോലും എല്ലാം കൺട്രോളിലാണെന്നാണ് നമ്മുടെ ഫയർഫോഴ്സ് നമ്മൾ പറഞ്ഞത്. 12 മണിക്ക് വേണ്ടി ക്യാമറമാൻ JP-ക്കൊപ്പം ശ്രീത്ത് മലയാളം.